എത്ര തിരക്കിട്ട പണികൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കാലുകൊണ്ട് വയ്യ എന്നുണ്ടെങ്കിലും പള്ളിക്കത്തെ എന്തൊരു പണി വന്നാലും നമ്മൾ ഏറ്റെടുക്കൂട്ടാ. ഉസ്താമാര് ദുആ ചെയ്ത അതുപോലെ തന്നെ അവര് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് മതിയില്ല. പിന്നെന്താ ഇന്നത്തെ ബിരിയാണി പണിക്ക് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞോളുമയും മോളും കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ പണികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടി ഉള്ളത് നല്ലതും കൂടിയല്ലേ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പൊ ഇന്നാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലോട്ട് എത്തി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ഉറക്ക് കണക്കാണേ. അപ്പൊ അത് ആദ്യം തന്നെ എളുപ്പ പണി പുട്ടല്ലേ. അപ്പൊ പുട്ട് വെക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാ. അപ്പൊ ആ ഉപ്പും കുപ്പി അവിടെ തന്നെ വെക്കണം. എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കുന്നത് നമ്മളെ ഒരു ഹോബിയായി മാറിയിട്ട് അങ്ങനെ അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് പൊടി എടുത്തിട്ട് അതിലേക്ക് ഒന്നാണ്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഈസി വെക്കുമ്പോൾ തന്നെ പുട്ടിനുള്ള പാത്രം വെച്ചു. പിന്നെ അത് പൊടി നല്ലോണം ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഉതിർത്തി കൊടുക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് പുട്ടാക്കിയതിന് കാരണം എന്താണെന്നറിയോ, ഇന്ന് കുറച്ച് എക്സ്ട്രാ പണികളുണ്ട്. അപ്പോൾ ഈ പുട്ടാകുമ്പോൾ പെട്ടെന്ന് പണികൾ കഴിയല്ലോ. പുട്ടടുപ്പത്ത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കല്ലേ. ദോശ ഓട്ടട അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പണികളൊന്നും നടക്കൂലല്ലോ. അപ്പോൾ ഇന്ന് പുട്ട് തന്നെ ഉണ്ടാക്കി. പിന്നെ അത് ചിരവെടുക്കാണ് കേട്ടോ. എനിക്ക് എത്തൊന്നുമില്ല, എന്നാലും വെയ്ക്കണ പോലെ ഞാൻ എത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചിരവിയും പാത്രങ്ങളൊക്കെ മുകളിൽ വെക്കും ചെയ്യും, അതുപോലെ തന്നെ എടുക്കും ചെയ്യും. പിന്നെ ഞാൻ ഉയർത്ത് അതിൻ്റെ മുകളിലുള്ള സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റൂള് വെച്ചിട്ടാട്ടോ കയറാം. അങ്ങനെ പുട്ടിലുള്ള കുറച്ച് തേങ്ങ ചിരണ്ടിയപ്പോഴേക്കും ഇത് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതവിടെ നിർത്തി തേങ്ങ ചിരണ്ടൽ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സി ചെയ്യാട്ടോ. അപ്പം നോക്കിയപ്പോഴും ചൂടുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഉതിർത്തി കൊടുത്തു, പിന്നെ കൈ കൊണ്ട് ഒന്ന് മിക്സി ചെയ്ത് കൊടുത്തു. അങ്ങനത്തെ പുട്ട് ഫസ്റ്റ് എത്താണ്ട് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് നേരത്തെ പോകണം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ ഈസി വെക്കുമ്പോഴാണ് വെച്ചത്. പിന്നെ അത് കുറച്ചും കൂടി തേങ്ങ വേണമായിരുന്നു. അപ്പോൾ അതും കൂടി ചിരകിയിട്ട് പിന്നെ ചിരവ നല്ലോണം നാട് കഴുകി വെച്ചു. പിന്നെ അതേ കറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വെള്ളക്കടലായിരുന്നിട്ട് ആ വെള്ളത്തിൽ വെച്ച് അപ്പോൾ ഒരു ഉരുളങ്കിഴങ്ങും അതുപോലെ തന്നെ ഒരു തക്കാളിയും 2 ഉള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളക്, അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരിത്തിരി ചിക്കൻ മസാല, പിന്നെ 2 ഏലക്കായും പട്ടി, ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതങ്ങാണ്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ അതേ ഒത്തിരി വലിയ ജീരകം ഇട്ട് കൊടുത്തു. ഞാൻ 2 മിനിറ്റ് വോയിസ് ഒക്കെ ഇട്ടപ്പോഴേക്കും മഴ നല്ലോണം പെയ്തു. അപ്പോൾ ഇനി ഏതായാലും മഴ പെയ്തോട്ടെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ അതെ കുറച്ച് റെസ്റ്റും കുറച്ച് പണികളൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ബാക്കി വോയിസ് വിടാമെന്ന് വെച്ചു. അങ്ങനത്തെ എൻ്റെ കുക്കറിന് എപ്പോഴും ഇങ്ങനെയുള്ളതാണ് കേട്ടോ. സ്ക്രൂ കഴിഞ്ഞ് പോകും, അത് ഞാൻ ടൈറ്റാക്കും, വീണ്ടും കഴിയും, ഇങ്ങനെയുള്ളതാട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റത്തെ റൗണ്ട് പുട്ട് റെഡിയായി. അങ്ങനെ അതെടുത്തു. അപ്പോൾ കറി ഈസി വെക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ല, ഇന്നലത്തെ വ്ളോഗാണ് ഇട്ടത്. ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ ഷിബിലി മോൻക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ആയ കാരണം സ്കൂൾ പിന്നെ ആയിരിക്കില്ലല്ലേ, പിന്നെ മദ്രസ അല്ലേ ഉണ്ടായിരുന്നത്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമ്മുടെ വോയിസിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കുറ്റിക്ക് പുട്ടും തേങ്ങയും ആണ്ട് നിറച്ചോണ്ട് രണ്ടാമത്തെ കുട്ടി ഗ്യാസിലാണ്ട് വെച്ചു. അങ്ങനത്തെ പുട്ടൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് യാതൊരു ബലം വരില്ല, കാരണം തിളച്ച വെള്ളത്തിലല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കറിയും റെഡി, തേങ്ങ അരച്ചതൊന്നുമില്ല കേട്ടോ, നമ്മളൊറ്റക്കല്ലോ, ഇങ്ങനെ മതി. പിന്നെ അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫിനുമോള് മദ്രസയ്ക്ക് പോവാൻ, അവൾക്ക് ഞായറാഴ്ച കൊണ്ട് തന്നെ പിന്നെ 8 മണിക്കായിരുന്നു. അപ്പൊ ഇന്ന് അവളുടെ കൂടെ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ വീട്ടിൽ കാട്ടാ ഇന്ന് കൊണ്ടാക്കി. അങ്ങനെ അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം നമ്മളുടെ കലാപരിപാടി തുടങ്ങി. അടിച്ചു വാരിലും തുടക്കലൊക്കെ നമ്മുടെ സാധാരണ വീട്ടമ്മമാരുടെ ജോലി തന്നെയല്ലേ. അത് പിന്നെ എടുക്കാതിരിക്കാൻ വയ്യല്ലോ. ഡെയിലി അടിച്ചോരി തുടച്ചാലും ഉണ്ടാവൂലേ ഒരു സൈസ് പൂഴിയും അതുപോലെ തന്നെ ചെറിയ ചളിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതല്ലേ, അതൊക്കെ സ്വാഭാവികല്ലേ. പിന്നെ ഞാൻ ഈസി വെക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെച്ചായിരുന്നു, നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു, അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മതിയെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഉള്ളത് കൊണ്ടൊക്കെ ഒപ്പിച്ചത്. അങ്ങനെ ഇനിയാണ് പൊന്നെ നമ്മുടെ ബിരിയാണി പണി. നമ്മുടെ ബാക്കിയുള്ള പണികൾ അവിടെ കിടക്കാട്ടോ. അലക്കിയിട്ടില്ല, പുറത്തെ ബാത്റൂം ഒന്നും കഴുകിയിട്ടില്ല, അവിടെയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കാണ്. എന്നാലും വേണ്ടിയില്ല, ഇത് അവർ പറഞ്ഞ ടൈമിൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണ്ട വേണ്ടേ. നമ്മുടെ വീട്ടിലത്തെ പണികൾ നമുക്ക് പിന്നെ എടുക്കാമല്ലോ. അപ്പോഴേ ഈ പണി എന്താണെന്നറിയോ, ഇത് നമ്മുടെ അടുത്ത പള്ളിയിൽ സലാത്തായിരുന്നു കേട്ടോ, ബദറായിരുന്നു. അപ്പോൾ അവിടേക്ക് ബിരിയാണി വെക്കുന്നത് അവർ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇന്നലെ അവർക്ക് ആർക്കും സമയം കിട്ടൂല എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഉള്ളി തൊലിക്കാനുള്ളത് ഇവിടെ കൊണ്ടുവന്ന് തന്നു, പിന്നെ തക്കാളി വേറൊരു വീട്ടിൽ കൊണ്ടു കൊടുത്തു, ഇഞ്ചിയും പച്ചമുളക് അങ്ങനെയുള്ളത് വേറൊരു വീട്ടിൽ കൊടുത്തു. അപ്പോൾ ഇന്നലെ അവിടെയുള്ള എല്ലാവർക്കും ഓരോ ജോലി തിരക്ക് കാരണം അവർക്കാർക്കും പറ്റിയില്ല. അപ്പോൾ എന്നോട് നമ്മുടെ അതിൻ്റെ പ്രവർത്തകരോട് എന്നോട് ഇവിടെ ഉള്ളി കൊണ്ടുവന്നിട്ട് ചോദിച്ചു. ഞാൻ ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉള്ളിയും പച്ചമുളകും കയറ്റായിട്ട് ഇവിടെ
അവിടെ തന്നത്. ഞാൻ എത്ര തിരക്കിട്ട പണി ഉണ്ടെന്നുണ്ടെങ്കിലും കാലുകൊണ്ട് വെയ്യാന്നുണ്ടെങ്കിലും പള്ളിക്കത്തെ എന്തെങ്കിലും ഒരു പരിപാടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഏറ്റെടുക്കാറുണ്ട്. ഉസ്താദ്മാര് ദുആ ചെയ്ത അല്ലെങ്കിൽ അവര് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അതായില്ലേ. അതിന്റെ ഇടയിൽ ഇതിന്റെ തട്ടത്തിന്റെ കളർ ഒന്നും മാറിയിട്ടുണ്ടല്ലേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു ഇത് കിട്ടണില്ല കേട്ടോ. അപ്പൊ ഞാനും തട്ടൊന്ന് മാറ്റി പിടിച്ചതാണ്. അങ്ങനത്തെ ക്യാരറ്റും പച്ചമുളകും കണ്ടില്ല കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അടുക്കള പണി കഴിഞ്ഞതുകൊണ്ടല്ലേ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോഴേന് കാലിങ്ങനെ കടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ വന്നിരുന്നത്. അപ്പോൾ കസാലയിൽ ഇരുന്ന് ചെയ്തു, അപ്പോഴും കാല് കടിയ പിന്നെ ഇരുന്ന് ചെയ്തു. അപ്പോഴേക്ക് നമ്മളെ കുഞ്ഞോളും മോളും എത്തി. കുഞ്ഞോളുമ്മാനെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കൂട്ടാ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞോളന്മാരോട് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്, അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ അടുക്കള പണി കഴിക്കണം കേട്ടോ, എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഷിബിലിമോന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനും കൂടിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കുഞ്ഞോളുമ്പോൾ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ, ഇവിടെ ആകുമ്പോൾ ഷീറ്റ് ഇട്ടതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. മഴ അത് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനത്തെ പിന്നെ ഷിബിലിമോനെ ട്യൂഷനും കഴിഞ്ഞ് എത്തിയിട്ട് അപ്പോഴേക്കും ഉള്ളിത്തൊൽക്കലൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു ചക്ക കഷ്ണം കിട്ടിയിരുന്നു, നമ്മുടെ തൊട്ടടുത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതായിരുന്നു. അപ്പോൾ ഏതായാലും കുഞ്ഞോളും വേണ്ടല്ല, അപ്പോൾ ഏതായാലും ഈ കച്ചറയിൽ കൂടെ അത് ആയിക്കോളൂ എന്ന് വെച്ച് ഇവിടെ വെച്ചിട്ട് തന്നെ ആ ചക്ക ഒന്ന് പറിച്ച് എല്ലാവർക്കും കൂടി തിന്നാന്ന് വിചാരിച്ചു. നല്ല പെരുമഴ ചക്കി സൂപ്പറായില്ലേ. മഴ പെയ്താൽ പിന്നെ നമ്മുടെ ചെടിത്തടത്തിൻ്റെ തിണ്ടുണ്ടല്ലോ, അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ തെറിക്കൂട്ട. ആ വെള്ളമാണ് തന്നെ നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. അവിടെ പാത്തി കൊടുത്തിട്ടില്ല, അതാണ് അവിടെ സംഭവിച്ചത്. പാത്തി കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിക്ക് മാത്രമേ ആവുള്ളായിരുന്നു അല്ലേ. ഇത് ഞാൻ ഇടക്കിടക്ക് തുടച്ചെടുക്കാറായിട്ടാണ്. നല്ലോണം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തിണ്ടുമ്പോൾ അങ്ങനെ ഇച്ച് കെട്ടും ചെയ്യും. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ചക്ക പറിച്ച് തിന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വരിക്കച്ചക്കയായിരുന്നു. അങ്ങനെ ഉള്ളിപ്പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചക്കപ്പണിയായില്ലേ. പിന്നെ പച്ചമുളക് നെട്ടി പൊളിച്ച് കൊടുത്തു, ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തോലൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തു. പിന്നെ നമ്മൾ റെഡിയാക്കി കൊടുത്താൽ മതിയിട്ട് അവർ വന്ന് കൊണ്ടുപോകും. പിന്നെ ബിരിയാണി വെക്കുന്നത് പള്ളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിക്കും മിക്കാൻ്റെ ഫ്രണ്ട്സാളും അവരെല്ലാവരും കൂടി തന്നെയാണ് വെക്കുക. പിന്നെ ബദർ മജ്‌ലിസ് എല്ലാ മാസവും പള്ളിയിൽ ഉണ്ടാകാറുണ്ട്. ഓരോരോ മാസങ്ങളിൽ ഓരോരോ ആൾക്കാരായിരിക്കും കേട്ടോ ഭക്ഷണം ഏറ്റെടുക്കാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ചായയും കടി ഉണ്ടാവും, അത് പിന്നെ വേറെ ആരെങ്കിലും ഏറ്റെടുക്കും. അങ്ങനെ അൽഹംദുലില്ലാഹ് ഓരോ മാസം നല്ല രീതിയിലും ബദർ നടക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉള്ളിത്തൊൽക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വേസ്റ്റ് കൊണ്ടുപോയിടാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ആദ്യം തന്നെ അത് ഫിനിമോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മുറ്റം ഒന്നും കൂടി അടിച്ചു വരേണ്ട അവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ കച്ചറ ആദ്യം തന്നെ മുറ്റത്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഷീറ്റ് ഇട്ടത്. അതുകൊണ്ട് എനിക്ക് മുറ്റടിച്ചിട്ടുണ്ടല്ലോ, ആ ലാഭം കിട്ടിയില്ല. മുറ്റത്ത് ഒരു കച്ചറ ആയതുമില്ല. അങ്ങനത്തെ നമ്മളെ പിന്നെ നാരങ്ങമരണ്ടല്ലോ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇടാന്ന് വെച്ചു. ഏതായാലും മഴയല്ലേ, അപ്പോൾ ചീഞ്ഞ അവിടെ കിടന്ന് വേസ്റ്റായിട്ട് അത് വളമായി മാറില്ല. അങ്ങനത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം മഴ പെയ്യുന്നതാണ് കേട്ടോ. കണ്ടില്ല, വെള്ളമൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞു. അപ്പുറത്ത് കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, അവരുടെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ കളിച്ചിട്ടാട്ടോ വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും തന്നെ ഒന്ന് ഇറങ്ങി നോക്കി. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതാട്ടോ. മഴ പെയ്ത് റോഡ് ഇതാ പുഴയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ അമ്മീപ്പെടുത്തും ഒക്കെ രണ്ടും വേറെ വേറെ ആയിട്ട് കൊണ്ടുവന്ന് തന്നാട്ടെ, ഇതും വെച്ച് തരീന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വരവ്. അപ്പോൾ വെച്ച് നോക്കിയപ്പോഴാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കുന്നുമില്ല. അതിൻ്റെ ആ സ്പീഡ് ഒന്ന് കുറഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഏതായാലും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവരെക്കാളും പേടിയിട്ടാവും. എനിക്കൊന്ന് മഴ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നീരങ്ങും, പിന്നെ തൊണ്ടമൊക്കെ വരും, പിന്നെ പനിയായി മാറും. എനിക്കാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വരും. അപ്പം ഞാൻ അവരങ്ങനെ വിളിക്കഴിഞ്ഞ് മെതി പോവാന്ന് പറയും. ഇവര് മോന് വന്നുകൊണ്ട് പിന്നെ കുഞ്ഞോളമാൻ്റെ കിണറ്റിൽ നിന്ന് ഒരു പാട്ട വെള്ളം തലയിൽ കൂടാണ്ട് മുക്കി പറഞ്ഞു. വെള്ളമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അത് ഏതായാലും പിന്നെ അവർ പറഞ്ഞിരുന്നു ആ ചാക്ക തന്നെ ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉള്ളി. അങ്ങനെ 2 പേരും കൂടി അതൊക്കെ ആക്കി വെച്ചു. നമ്മളെ പണി നമ്മൾ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കണമല്ലോ. ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടൈം ആകുമ്പോൾ അവർ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് വെച്ചു. ഇക്കണെന്നിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാവും ചെയ്യൂലേ. പിന്നെ ഇത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മഗ്‌രിബിന് ശേഷമുള്ള സീനാണേ. അങ്ങനത്തെ എന്തെങ്കിലും പൈസ നമ്മൾ അവിടെ പെട്ടിയിൽ ഇടാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ 2 പേരും കൂടി പോവുകയാണ്. ഇപ്പോൾ ഏകദേശം പിന്നെ ഒരു 7:30 ആയിട്ടാണ് ഞങ്ങൾ പോയപ്പോൾ.
അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അതാണ് ഇവിടെ ആൾക്കാർ അങ്ങനെ കാണാത്തത്. പിന്നെ എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ കൂടി ഇതേ ബിരിയാണി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഏകദേശം ആ പണി തന്നെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി പിന്നെ പേക്കാക്കും. എന്നിട്ട് ഷിബിലുമോനും അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി കേട്ടോ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്കൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് വിശാല മുഹറം മാസത്തെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, സ്നേഹിക്കാൻ അല്ലാഹു ഒരുപാട് സ്വാലിഹായ അതേ കുത്തുബുസ്സമാനാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പുറന്നങ്ങളും പാപ്പയുടെ കാലഘട്ടത്തിൽ അന്നത്തെ പരിഹാരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വഫാത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് ഒരു ഈ അടുത്ത കാലത്ത് ബഹറുൽ ശൈഖുന ഓക്കേ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് ഒരു മുതഅല്ലിമിനെ പിശാച് ബാധ കൂടിയപ്പോൾ, ശൈത്താനിയത്ത് കൂടിയപ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഒരുപാട് ചികിത്സാരികളെ കണ്ട് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ആ കുട്ടി ഒരിക്കൽ നദിയുടെ ഒരു അരുവിയിലൂടെ നടന്ന് അരുവിയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ എറിഞ്ഞതാണ്. അതിനുശേഷം ആ കുട്ടിക്ക് ഇങ്ങനെ ഏറുകൊള്ളുകയാണ്. എവിടുന്നാണ് ഏറെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ബഹറുൽ ഉലൂം ശൈഖുനാനോട് പോയി പറഞ്ഞപ്പോൾ ശരിയില്ല. അതുകൊണ്ട് നിങ്ങൾ മമ്പുറത്തങ്ങൾ ഉപ്പാപ്പയുടെ ചാരത്ത് ചെന്ന് നിങ്ങൾ വിഷയം പറയൂ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മമ്പുറത്തങ്ങൾ ഉപ്പാപ്പയുടെ ചാരത്ത് ചെന്ന് ആ ഉസ്താദ് കരഞ്ഞിന്റെ മോന്റെ വിഷയം. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ബദർ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഉസ്താദിന്റെ പിന്നെ ഒരു പ്രസംഗാട്ടോ. അത് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് തന്നെയാണ്. പിന്നെ ഷിബിലുമോന് ചായം കൊണ്ടുവന്നു പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക്. കടി പിന്നെ നെയ്യപ്പായിരുന്നു കേട്ടോ. നെയ്യപ്പം നല്ല കട്ടൻ ചായ, നല്ല മഴയും. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഷിബിലുമോനും അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി ബിരിയാണി കൊണ്ട് എത്തിയിട്ടാ. ഇവിടെ ബദർ മജ്ലിസ് തുടങ്ങാറ് മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ തുടങ്ങും. ഒരു 9:45 ആകുമ്പോൾ കഴിയും. ഇതിന്റെ ബാക്കിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഫിനുമോള് ലാസ്റ്റ് ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോഴേ അവൾ പറയുന്നത് എനിക്ക് ചിക്കൻ ബിരിയാണി വേണ്ട, എനിക്ക് നാളെ മതി, ഇന്ന് ഞാനിപ്പോൾ നെയ്യപ്പം തിന്നില്ല, എനിക്കൊന്നും വേണ്ട, ഉറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയി ഉറങ്ങി. പിന്നെ അത് എനിക്ക് വന്ന് ഞങ്ങൾ ചോറിക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഐഡിയ സ്റ്റാർസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് മിസ്സായിപ്പോയി. കഴിഞ്ഞിട്ടൊരു കോമഡി ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമാണല്ലോ അത് കാണാൻ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടതാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൽ പരസ്യമാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി കാണുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഐഡിയ സ്റ്റാർ സിംഗറും അതുപോലെ തന്നെ കോമഡി കൊക്കും. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ പണികൾ ഇതൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ ഒക്കെ റാത്തായി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.